സ്വാഗതം. നമ്മൾ ഇന്ന് മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണം ദ മാൻ അൽ ഖുറാൻ ബിൽസ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. ഖുറാൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അതിന് ചരിത്രപരമായ മാതൃകകൾ, അല്ലാതെ വെറും കെട്ടുകഥകളല്ല. അതെ, യഥാർത്ഥ മനുഷ്യർ അല്ലേ? ഈ ചർച്ച നിങ്ങൾക്കും എനിക്കും എങ്ങനെ പ്രയോജനപ്പെടും എന്നും നോക്കാം. തീർച്ചയായും. ഖാൻ ഊന്നിപ്പറയുന്ന ഒരു കാര്യം, ഇത് വെറും വിശ്വാസമല്ല, പ്രായോഗിക വിശ്വാസം. അതാണ് പ്രധാനം. അപ്ലൈഡ് ഫെയ്ത്ത്. അതെ, അപ്ലൈഡ് ഫെയ്ത്ത്. അത് ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ട് അദ്ദേഹം കാണുന്നത് പ്രവാചകന്റെ അനുചരന്മാരെയാണ്, സ്വഹാബികൾ. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഖുറാനെ സമീപിച്ചത് എന്നുവെച്ചാൽ ഒരു മുൻവിധികളുമില്ലാതെയാണ്, ഒരു ഒഴിഞ്ഞ മനസ്സോടെ, സത്യം കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ. അല്ലാതെ സ്വന്തം ചിന്തകളുടെ ഒരു ചട്ടക്കൂടിൽ ഒതുക്കാതെ. അതെ, അതിനപ്പുറത്തേക്ക് കാണാൻ ശ്രമിച്ചു. ഖുറാൻ തന്നെ അവരെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഖൈറു ഉമ്മത്ത് എന്നൊക്കെ. ഖൈറു ഉമ്മത്ത്, അതായത് ഏറ്റവും നല്ല സമൂഹം. പിന്നെ ഉമ്മത്തുൻ വസത്തൻ എന്നും പറയുന്നുണ്ട്. ഉമ്മത്തുൻ വസത്തൻ, മധ്യമ സമുദായം. അതിപ്പോ വെറുതെ നടുക്കുള്ളവരെന്നാണോ, അതോ അതിന് വേറെ അർത്ഥങ്ങളുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ഖാൻ വിശദീകരിക്കുന്നത് അത് വെറുമൊരു സ്ഥാനത്തെക്കുറിച്ചല്ല എന്നാണ്. ഓഹോ. മറിച്ച് തീവ്രതകളില്ലാതെ ഒരു ബാലൻസിൽ, നീതിയിൽ നിൽക്കുന്ന, ലോകത്തിന് മാതൃകയാവേണ്ട ഒരു സമൂഹം. അതാണ് വസത്തൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായോഗിക മാതൃക. അതെ, പ്രായോഗിക മാതൃക. ഇത് അവരുടെ ജീവിതത്തിൽ കാണാമായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഖദീജയുടെ കാര്യമെടുക്കാം, പ്രവാചക പത്നി. അതെ, പ്രഭാഷണത്തിൽ അവരെ ഒരു ബൂസ്റ്റർ എന്ന് പറയുന്നുണ്ട്, പ്രവാചകന് വലിയ പിന്തുണയായിരുന്നുവെന്ന്. പക്ഷെ അതൊരു വെറും ഇമോഷണൽ സപ്പോർട്ട് എന്നതിനപ്പുറം ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ പരസ്പരം അംഗീകാരം കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക, അതൊരു ഖുറാനിക തത്വം കൂടിയാണ്. ശരിയാണ്. അതിന്റെ ഒരു പ്രായോഗിക രൂപമായിരുന്നു ഖദീജയുടെ പിന്തുണ. ഇന്നത്തെ കാലത്തും ഇത് പ്രധാനമാണല്ലോ, ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. തീർച്ചയായും, ആ ഒരു കാഴ്ചപ്പാട് കൊള്ളാം. പിന്നെ പ്രതിസന്ധികളെ നേരിടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ സുഹൈബിന്റെ കാര്യം ഓർക്കുന്നു. ഹിജ്റ സമയത്ത്. അതെ, സുഹൈബ് റൂമി. അദ്ദേഹത്തിന് സ്വന്തം സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലേ? ആ സംഭവം എന്താണ് നമ്മളോട് പറയുന്നത്? അത് മറ്റൊരു ഉദാഹരണമാണ് ഈ പ്രായോഗിക വിശ്വാസത്തിന്റെ. അതായത് തന്റെ കയ്യിലുള്ള ഭൗതികമായ കാര്യങ്ങളെക്കാൾ വലുതാണ് ആ ദൈവീക ദൗത്യം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ശത്രുക്കൾ വഴിയിൽ തടഞ്ഞിട്ട് സമ്പാദ്യം മുഴുവൻ ആവശ്യപ്പെട്ടപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് അദ്ദേഹം യാത്ര തുടർന്നു. അപ്പോൾ പിന്നീട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, സുഹൈബിന്റെ കച്ചവടം ലാഭകരമായി എന്ന്. ഓ, അപ്പോ യഥാർത്ഥ ലാഭം എന്താണെന്ന് അത് കാണിച്ചു തരുന്നു. കൃത്യമായി. ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്ന മൂല്യബോധം അതാണ്. ഏതാണ് ശരിക്കുമുള്ള ലാഭം എന്ന് അത് നമ്മളെ പഠിപ്പിക്കുന്നു. അധികാരത്തിലിരിക്കുമ്പോഴും വിനയം കാണിക്കുക എന്നതും ഒരു പ്രധാന വിഷയമാണല്ലോ. ഖലീഫ ഉമറിന്റെ ഒരു സംഭവം, ആ വാളിന്റെ കാര്യം, സദസ്സിൽ വെച്ച് ഒരാൾ വിമർശിച്ചത്. അതെ, ഭരണാധികാരിയായിരുന്ന ഉമർ, അദ്ദേഹത്തോടൊരാൾ പൊതുസദസ്സിൽ വെച്ച് പറയുന്നു, താങ്കൾ നേർവഴിയിൽ നിന്ന് മാറിയാൽ എന്റെ ഈ വാളുകൊണ്ട് നേരെയാക്കും എന്ന്. സാധാരണഗതിയിൽ ദേഷ്യം വരേണ്ടതാണ്. പക്ഷെ ഉമർ ദേഷ്യപ്പെട്ടില്ല. അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്തത്. ഇങ്ങനെ തെറ്റു ചൂണ്ടിക്കാണിക്കാൻ ആളുകളുള്ള ഒരു സമൂഹത്തെ കിട്ടിയതിൽ അത്ഭുതം തന്നെ. ഇത് വെറുമൊരു സഹിഷ്ണുതയല്ല. ഖാൻ പറയുന്നത്, ഇത് ഖുറാൻ പറയുന്ന നീതി, കൂടിയാലോചന, സ്വയം തിരുത്താൻ തയ്യാറാകൽ, ഇതിന്റെയൊക്കെ ഭാഗമാണെന്നാണ്. അധികാരത്തിലിരിക്കുമ്പോഴും ആ ഒരു തുറന്ന മനസ്സ്. അതെ, വിനയം, സത്യത്തിനു മുന്നിൽ താഴ്ന്നു നിൽക്കുക, അത് പ്രധാനമാണ്. പിന്നെ നേരിട്ടുള്ള അധിക്ഷേപങ്ങളെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത്? പ്രവാചകനെ മുദമ്മം എന്നൊക്കെ ശത്രുക്കൾ വിളിച്ചിരുന്നല്ലോ. അതെ, മുഹമ്മദ് എന്ന പേരിനെ വിപരീതാർത്ഥത്തിൽ മുദമ്മം, അതായത് ആക്ഷേപിക്കപ്പെട്ടവൻ എന്ന് വിളിച്ചു. അപ്പോ സ്വഹാബികൾ പ്രതികരിച്ചില്ലേ? ഇല്ല. പ്രഭാഷണത്തിൽ പറയുന്നത് അവർ അത് അവഗണിച്ചു എന്നാണ്. കാരണം അവരുടെ ലക്ഷ്യം അതല്ലായിരുന്നു. വ്യക്തിപരമായ അഭിമാനം സംരക്ഷിക്കലല്ല, ദൈവിക സന്ദേശം എത്തുക എന്നതായിരുന്നു വലുത്. അതെ. അപ്പോ ഇത്തരം പ്രകോപനങ്ങളിൽ വീഴാതെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അറിവില്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞുകളയുക എന്ന ഖുറാനിക നിർദ്ദേശം അവർ പ്രാവർത്തികമാക്കി. നെഗറ്റീവ് കാര്യങ്ങളെ പോസിറ്റീവായി കാണാനുള്ളൊരു കഴിവ്. അതും ഖുറാനിക അധ്യാപനം ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമാണ്. വൈകാരികമായി പതറാതെ നിൽക്കാനുള്ളൊരു ശക്തി. ശരിയാണ്. മനസ്സിൽ ആരോടും ഒരു വെറുപ്പും വെക്കാത്തൊരാള് സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു സംഭവം ഓർക്കുന്നു. വളരെ ലളിതമെന്ന് തോന്നും, പക്ഷേ
അഫേ വളരെ ആഴമുള്ള കാര്യമാണത്. ഈ ഖുറാൻ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വെറുതെ പരിഭാഷ വായിച്ചാൽ മാത്രം പോരാ എന്നും പറയുന്നുണ്ടല്ലോ. അതെ, അല്ലാമ ഇബ്നു തൈമിയയെപ്പോലുള്ളവരുടെ ഉദാഹരണം ഖാൻ പറയുന്നുണ്ട്. അവർക്ക് ചില ആയത്തുകളുടെ അർത്ഥം മനസ്സിലാവാതെ വരുമ്പോൾ അവരൊരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ ആത്മാർത്ഥത, ഇഖ്ലാസ്, അതും പ്രധാനമാണ്. തീർച്ചയായും ഇതൊരു ബൗദ്ധിക വ്യായാമം മാത്രമല്ല. ഹൃദയം കൊണ്ട് അതിനെ സമീപിക്കണം, ദൈമിക സഹായം തേടണം. അപ്പോഴാണ് അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാവുക എന്നാണ് ഖാന്റെ പക്ഷം. അപ്പോ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, മൗലാന വഹീദുദ്ദീൻ ഖാന്റെ പ്രഭാഷണം വെച്ച് നോക്കുമ്പോൾ ഖുറാൻ ലക്ഷ്യമിടുന്നത് പ്രായോഗിക വിശ്വാസമുള്ള, ഉം, തുറന്ന മനസ്സുള്ള, വിനയമുള്ള, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിവുള്ള, ഒരു ഉയർന്ന ലക്ഷ്യബോധമുള്ള വ്യക്തികളെയാണ്. അതെ, അതിന് ചരിത്രപരമായ ഏറ്റവും നല്ല മാതൃകകളായി അദ്ദേഹം സഹാബികളെ കാണുന്നു. ശരി. അപ്പോ കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു ചിന്ത പങ്കുവെക്കാം, അല്ലേ? തീർച്ചയായും. ഇന്നത്തെ ഈ ലോകം വിവരങ്ങളിങ്ങനെ കുത്തിയൊഴുകി വരികയാണ്. നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എല്ലാവരും മത്സരിക്കുന്നു. ഈയൊരു സാഹചര്യത്തില് നമ്മൾ ഈ ചർച്ച ചെയ്ത ചരിത്രപരമായ മാതൃകകൾ, അതായത് ലക്ഷ്യബോധത്തോടെയുള്ള വിശ്വാസം, വൈകാരികമായ നിയന്ത്രണം, ആത്മാർത്ഥമായ അന്വേഷണം, ഇതൊക്കെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്വന്തം പഠനരീതിയെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അതല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.